ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ക്ഷേത്രത്തിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു ദിനാചരണം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ വൃക്ഷത്തൈ നട്ട ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്ന അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ലോകം മുഴുവൻ പരിസ്ഥിതി ദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ഓച്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുമായി ചേർന്ന് വിവിധ വൃക്ഷങ്ങളുമൊക്കെയുള്ള ഒരു വേറിട്ട ഒരു ആരാധനാലയം ആണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഞങ്ങളേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പടനിലത്ത് വൃക്ഷങ്ങൾക്കാണ്. വിവിധ മരങ്ങളും ആലുകളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടും അതോടൊപ്പം ഈ പടനിലത്ത് 27 ജന്മനക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മരമുണ്ട് എന്നതാണ് വിശ്വാസം. അതനുസരിച്ച് തന്നെ 27 നക്ഷത്രങ്ങൾക്കുള്ള 27 നക്ഷത്ര മരം ഞങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതും പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രസിഡന്റ് രാജീവ് കടകംപള്ളി, RD പത്മകുമാർ, സാഗർ മക്കാടം, PK വിക്രമൻ, പ്രതാപൻ, നന്ദകുമാർ, ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നടുവാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി 2 ക്ഷേത്രങ്ങളുടെയും നടുക്കുള്ള ഈ സ്ഥലത്ത്, പുണ്യഭവനമായ ഈ സ്ഥലത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനത്തിന് അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വർദ്ധിച്ചു വരുന്ന ഈ ജനസംഖ്യ പെരുപ്പത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയും പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ വായിച്ചറിയുന്നതാണ്. അതിനോടൊപ്പം തന്നെ വലിയ ശ്രമം എന്നുള്ള രൂപത്തിൽ ഇന്ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിന് അനുഭവം പ്രകടിപ്പിക്കും. സർക്കാർ തലത്തിൽ തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കുട്ടികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് സ്കൂൾ തലത്തിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.